ഹായ് ഓൾ. ഇന്ന് നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. കേരള PCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന മോഡ്യൂളാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളുടെ ആദ്യത്തെ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സബ്ജക്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദർ വിൽ ബി ടു ടേംസ്. വൺ ഈസ് സിഗ്നൽ ആൻഡ് അതർ ഈസ് സിസ്റ്റംസ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് രണ്ടും എന്താണെന്നൊന്ന് നോക്കാം. ബേസിക്കലി നമുക്ക് സിഗ്നൽസ് എന്താണ്, സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഈസ് സിഗ്നൽ. സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു സിഗ്നലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് നോക്കാം ഡെഫിനിഷൻ. So a signal is anything which has the ability to give information about a physical phenomenon. അതിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഫിനോമിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ നൽകാൻ കഴിവുള്ള എന്തിനേയും നമ്മൾക്ക് സിഗ്നൽ എന്ന് പറയാം. So definition is anything which has the ability to give the information about a phenomenon is called a signal. ഇനി നമുക്ക് മറ്റൊരു തരത്തിൽ സിഗ്നലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? It is a physical quantity which varies with time and space or any other independent variable. ഒരു ക്വാണ്ടിറ്റി ആണ്, അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടൈമിനെയോ അല്ലെങ്കിൽ സ്പേസിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് എ സിഗ്നൽ, ഓർ അതർവൈസ് വി ക്യാൻ കോൾഡ് എ സിഗ്നൽ ആസ് എ പാറ്റേൺ ഓഫ് വേരിയേഷൻ ദാറ്റ് ക്യാരി ഇൻഫർമേഷൻ. ഒരു പാറ്റേൺ ഓഫ് വേരിയേഷൻ ആണ് which will carry some information. ഇങ്ങനെയാണ് നമ്മൾ സിഗ്നൽസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. സോ വാട്ട് ഈസ് എ സിസ്റ്റം? എ സിസ്റ്റം ഈസ് എനിത്തിങ് വിച്ച് ഹാസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ആൻ ഇൻപുട്ട് സിഗ്നൽ. അതായത് എന്താണ്? നമ്മൾ നേരത്തെ സിഗ്നൽ എന്താന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മളത് സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ആയിട്ടാണോ കൊടുക്കുന്ന, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയാണോ അനുസരിച്ചിട്ട് നമുക്ക് ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നൽ എന്നൊക്കെ പറയാം. ഇനി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിവൈസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസ് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയും. ഇനി വെറുതെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്താൽ മതിയോ? പോരാ. എങ്ങനെയായിരിക്കണം? ദ ഔട്ട്പുട്ട് ഷുഡ് ബി എ പ്രോപ്പർ വൺ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിനെ സിസ്റ്റം എന്ന് പറയുകയുള്ളൂ. അപ്പോൾ സിസ്റ്റത്തിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? സിസ്റ്റം ഈസ് എനിത്തിങ് വിച്ച് ഹാസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ആൻ ഇൻപുട്ട് സിഗ്നൽ, ബട്ട് the generated output will be a proper output. എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ആ ഡിവൈസിനെ സിസ്റ്റം എന്ന് പറയുകയുള്ളൂ. ഓക്കെ, ഇനി there are different types of system available. നമ്മളുടെ ബിടെക്കിനാണെങ്കിലും എംടെക്കിനാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം സിസ്റ്റമാണ്. കൺട്രോൾ സിസ്റ്റം വി ഹാവ് സ്റ്റഡീഡ് ഇൻ അവർ കോഴ്സ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വി ഹാവ് ഓൾസോ സ്റ്റഡീഡ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, ഇതെല്ലാം സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് കൺട്രോൾ സിസ്റ്റം നോക്കാം. സോ ദിസ് ഈസ് എ കൺട്രോൾ സിസ്റ്റം. ഇവിടെ നമുക്കൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. then we will get an output signal. സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് the system will produce an output signal, but this output should be a proper one. എങ്ങനെയായിരിക്കണം? നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾക്ക് എന്താണോ ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത് അതാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് അല്ലേ? കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഫാൻ സിസ്റ്റം ഉണ്ട് അല്ലേ? നമുക്ക് ഒരു ഫാനിന്റെ ലീഫും മാത്രമേ ഉള്ളെങ്കിൽ എന്താണ്? അതൊരു സിസ്റ്റമാണ്. ഇറ്റ് വിൽ ഗിവ് അല്ലേ, എന്താ തരിക? വിൻഡ്, കാറ്റ് തരും നമുക്ക്. ഇനി എ ഫാൻ വിത്ത് ലീഫ് ആൻഡ് റെഗുലേറ്റർ ഈസ് കോൾഡ് എ കൺട്രോൾ സിസ്റ്റം. അതായത് നമുക്ക് ഏത് സ്പീഡിലാണോ ഫാൻ റൊട്ടേഷൻ ചെയ്യേണ്ടത് ആ സ്പീഡാണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് റെഗുലേറ്റർ ഉപയോഗിച്ചിട്ട്. ഇപ്പൊ തേർഡിലാണ് നമുക്ക് 1 2 3 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. തേർഡിലാണ് നമുക്ക് റൊട്ടേഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 3 എന്ന് പറയുന്നത് റെഗുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ സ്പീഡിലാണ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. സോ കൺട്രോൾ സിസ്റ്റം
will provide a proper output signal. So it is an example of a system. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിലോ, ഇനി കൺട്രോൾ സിസ്റ്റത്തിന്റെ കേസിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് സിഗ്നൽ എന്തായിരിക്കണം, അതായിരിക്കണം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. ഡിസയേർഡ് ഔട്ട്പുട്ട് സിഗ്നൽ ആണ് നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി മൂവിങ് ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. So this will be a communication system. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഒരെൻഡിൽ ട്രാൻസ്മിറ്ററും മറ്റെൻഡിൽ റിസീവർ ആയിരിക്കും ഉണ്ടാവുന്നത്, അല്ലേ? ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ക്യാരി ചെയ്യുന്ന സിസ്റ്റമാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ശരിക്കും? ഇറ്റ് വിൽ ബി എ ചാനൽ ആയിരിക്കും. ഇനി എങ്ങനെയായിരിക്കണം ഈ ചാനൽ? നമ്മൾ കൊടുക്കാൻ പോകുന്ന സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ചാനലിന്റെ ബിഹേവിയർ മാറും, അല്ലെങ്കിൽ ഈ ചാനൽ മാറും. അപ്പം നമ്മളുടെ ഇൻഫർമേഷൻ ക്യാരിയിങ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ഹെർട്സ് റേഞ്ചിലാണെങ്കിൽ വി വിൽ യൂസ് എ കോപ്പർ കേബിൾ ആസ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. കോപ്പർ കേബിൾ യൂസ് ചെയ്യുന്ന കിലോ ഹെർട്സ് റേഞ്ചിലുള്ള ഇൻഫർമേഷൻ ക്യാരി ചെയ്യാൻ വി വിൽ യൂസ് കോപ്പർ കേബിൾ ആസ് ദ ചാനൽ. ഇനി ഇഫ് അവർ ഇൻഫർമേഷൻ ഈസ് ഇൻ മെഗാ ഹെർട്സ് റേഞ്ച് ദെൻ ദ സിസ്റ്റം വിൽ ബി എ കൊയാക്സിയൽ കേബിൾ. മെഗാഹെർട്സ് റേഞ്ചിലുള്ള സിഗ്നൽ ആണെങ്കിൽ നമുക്ക് കോപ്പർ കേബിൾ യൂസ് ചെയ്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടില്ല. സോ വി ഷുഡ് യൂസ് എ കൊയാക്സിയൽ കേബിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ ചാനൽ. Next, if our information is in gigahertz range, then the system will be a waveguide. Similarly, if our information is in terahertz range, the system will be an optical fiber cable. But depending upon the input signal nature, the communication system, the channel also varies with respect to the input signal frequency. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ടും കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇലക്ട്രിക്കൽ മോട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസ്. ദ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ മോട്ടർ എന്താണ്? ഇറ്റ് വിൽ ടു പമ്പ് ദ വാട്ടർ ഇൻ ടു ദ ടാങ്കിലേക്ക് നമുക്ക് വെല്ലിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്യുക എന്നുള്ളതാണ് മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മോട്ടോറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വി ആർ ഗീവിങ് ആൻ ഇലക്ട്രിക്കൽ ഇൻപുട്ട് ടു ദിസ് മോട്ടർ എന്ത് ചെയ്യും? മോട്ടർ വിൽ പ്രൊഡ്യൂസ് എ മെക്കാനിക്കൽ വർക്ക് ടു പമ്പ് ദ വാട്ടർ ഫ്രം വെൽ ടു വാട്ടർ ടാങ്ക്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്താണ്? മെക്കാനിക്കൽ വർക്ക് ഡൺ ആണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇൻപുട്ട് ആയിട്ട് നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റത്തിലെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളുടെ റെക്ടിഫയർ എന്ന് പറയുന്നത്. റെക്ടിഫയറിന്റെ ഫംഗ്ഷൻ എന്താണ്? ദിസ് വിൽ ആക്ട് ആസ് എ സിസ്റ്റം. The input to the system is an alternating current. Output will be a direct current. So rectifier is a device or system which will use to convert an analog signal to a പൾസേറ്റിംഗ് ഡിജിറ്റൽ സിഗ്നൽ. അതായത് AC-നെ DC ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സിസ്റ്റം. അപ്പോൾ ഇത്രയും നമ്മൾ സിഗ്നലിന്റെ ഡെഫിനിഷനും സിസ്റ്റത്തിന്റെ ഡെഫിനിഷനും എക്സാമ്പിളും ഒക്കെ കണ്ടു. ഇനി നമ്മൾ സിഗ്നലിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എങ്ങനെയാണ്, മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെയാണ് സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. സോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടു കഴിഞ്ഞു ഡെഫിനിഷൻ ഓഫ് സിഗ്നൽ എന്തായിരുന്നു ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാരി സം ഇൻഫർമേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സ്പേസ് ഓർ എനി അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അല്ലേ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വൺ ഓർ മോർ വേരിയബിൾ. എന്താണ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ലെറ്റ് us കൺസിഡർ ദിസ് ഫംഗ്ഷൻ, അല്ലേ? ഇവിടെ ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഈ ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എക്സിനെ നമ്മൾ എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എടുക്കുക. എക്സിന്റെ വാല്യൂ 1 ആയിരിക്കുന്ന സമയത്ത്, എക്സിന്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഫംഗ്ഷന് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ കിട്ടും. അതേപോലെ തന്നെ സെയിം ഇൻസ്റ്റന്റിൽ തന്നെ ഫംഗ്ഷന് -1 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഹാസ് 2 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് അറ്റ് സെയിം ഇൻസ്റ്റന്റ്. ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ഈ ഫംഗ്ഷന് നമുക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ വന്നു. അതുകൊണ്ട് ഇത് എന്തല്ല, സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല.
സിഗ്നൽ എന്തായിരിക്കണം? സിഗ്നൽ ഷുഡ് ബി എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഇത് സിഗ്നൽ ആണോ? ഇത് സിഗ്നൽ അല്ല, ഇതൊരു ഫംഗ്ഷൻ മാത്രമാണ്. അപ്പം നമുക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാവേണ്ടത്? നോട്ട് ഓൾ ഫങ്ഷൻസ് ആർ സിഗ്നൽ. എല്ലാ ഫങ്ഷൻസും സിഗ്നൽ അല്ല, പക്ഷെ എല്ലാ സിഗ്നലും എന്താണ്? ഫങ്ഷൻ ആണ്. അപ്പം സിഗ്നലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സിഗ്നൽ ഷുഡ് ബി എ സിംഗിൾ വാല്യൂഡ് ഫങ്ഷൻ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാന്ന് നോക്കാം. ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ. നമ്മൾ ഒരു സിഗ്നലിനെ നമ്മൾ എഴുതുന്നത് എഫ് ഓഫ് ടി അല്ലെങ്കിൽ എക്സ് ഓഫ് ടി അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ലെറ്റ് എഫ് ഓഫ് ടി ബി എ സിഗ്നൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നതാണ് എന്ത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് ഈ ഫംഗ്ഷൻ ഈ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതിയിരിക്കുന്ന വേരിയബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏത് വേരിയബിളിനെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. എഫിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. സോ ദിസ് ടി ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് എഫ് ഈസ് കോൾഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇപ്പൊ ഫംഗ്ഷന് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്. ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും, ഫംഗ്ഷനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും പറയും. ഓക്കെ, ഇങ്ങനെയാണ് അപ്പം നമ്മൾ സിഗ്നലിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എത്ര നമ്പർ ഓഫ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ഉണ്ട് എന്ന് അനുസരിച്ചിട്ട്, അതായത് ഈ ബ്രാക്കറ്റിൽ നമ്മൾ എത്ര വേരിയബിൾസ് ആണോ ഡിപ്പെൻഡ് ചെയ്തതായിട്ട് എഴുതുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിഗ്നൽ ഉണ്ട്. ഇനി ഇഫ് ദ സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇവിടെ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അങ്ങനെയുള്ള സിഗ്നലിനെ നമ്മൾ എന്താ പറയുക? വൺ ഡയമെൻഷണൽ സിഗ്നൽ എന്നാ പറയുക. So a one-dimensional signal is a signal which depends upon only one independent variable. Example നമ്മൾ പറയുകയാണെങ്കിൽ വോയിസ് സിഗ്നൽ അല്ലെങ്കിൽ സ്പീച്ച് സിഗ്നൽ, സൈൻ വേവ്, ഇതെല്ലാം എന്താണ്? ഒരു വൺ ഡയമെൻഷണൽ സിഗ്നൽ ആണ്. അതായത് ടൈം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ മാത്രമേ ആ ഫംഗ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ ആ സിഗ്നലിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൺ ഡയമെൻഷണൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി ഇഫ് ദ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽ എന്നാ പറയുക. മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് നോൺ ആസ് മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽ. ഇനി മൾട്ടി ഡയമെൻഷണൽ സിഗ്നലിൽ നമുക്ക് 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ആണ് നോക്കാനുള്ളത്. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ. So here independent variables, there are 2 independent variables x and y. അപ്പോൾ ഇവിടെ 2 ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്താ പറയുക? 2 ഡയമെൻഷണൽ സിഗ്നൽ എന്നാ പറയുക. 2 ഡയമെൻഷണൽ സിഗ്നലിന് എക്സാമ്പിൾ എന്താണ്? The example of 2-dimensional signal is an image signal. Image signal എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇമേജിലുള്ള ഓരോ പിക്സലും ഒരു എക്സ് കോർഡിനേറ്റിനെയും ഒരു വൈ കോർഡിനേറ്റിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം ഇതിനെ 2 ഡയമെൻഷണൽ സിഗ്നൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷണൽ സിഗ്നലിന് എക്സാമ്പിൾ ആണ് ഇമേജ് സിഗ്നൽ. ഇനി അടുത്തത് നമ്മൾ വേറൊരു സിഗ്നൽ നോക്കുന്നു, എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ടി. ഇവിടെ നമ്മൾ ഇമേജിൽ പറഞ്ഞതുപോലെ 2 സ്പേഷ്യൽ വേരിയബിളിനെയും ഒരു ടൈം വേരിയബിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിഗ്നൽ. സോ ദിസ് ഇസ് കോൾഡ് 3 ഡയമെൻഷണൽ സിഗ്നൽ. സോ ദിസ് 3 ഡയമെൻഷണൽ സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺ 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. Such type of signal are called 3-dimensional signal. Example പറയൂ. Example എന്താണ്? Example is a video signal is an example. എന്താണ് ഒരു വീഡിയോ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വീഡിയോ സിഗ്നൽ ഈസ് നത്തിങ് ബട്ട് സീക്വൻസ് ഓഫ് ഫ്രെയിംസ്, സീക്വൻസ് ഓഫ് ഇമേജസിനെയാണ് നമ്മൾ വീഡിയോ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ സീക്വൻസ് ഓഫ് ഇമേജസ് എന്താണ്? വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഫ്രെയിംസ് ആയിരിക്കും. അപ്പോൾ ഈ ടി എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ മൈക്രോ സെക്കൻഡ്സിന്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും ഒരു ചെറിയ വേരിയബിൾ, ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും ഈ ടൈമിന് ഉണ്ടാവുക, മൈക്രോ സെക്കൻഡ്സ് റേഞ്ചിലുള്ളതായിരിക്കും. അങ്ങനെ സീക്വൻസ് ഓഫ് ഫ്രെയിംസ് ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വീഡിയോ സിഗ്നൽ കിട്ടുന്നത്. So a video signal depends upon 3 independent variable. So it is a 3-dimensional signal. Okay, അപ്പോൾ depending upon the number of variables, you will have 1-dimensional signal f of x, and you will have 2-dimensional signal f of xy, and you will have 3-dimensional signal f of x, y, t.
ഇനി അടുത്തത് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റം ഈസ് സംതിങ് ഓർ എനി ഫിസിക്കൽ ഡിവൈസ് which will accept one input and produce a proper output. അതിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്, സോറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലായില്ലേ? എനിത്തിങ് വിച്ച് പ്രൊഡ്യൂസ് എ പ്രോപ്പർ ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു ആൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് കോൾഡ് എ സിസ്റ്റം. ഇത് കൺട്രോൾ സിസ്റ്റം ആവാം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആവാം, ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം നമുക്ക്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആവാം, എന്ത് വേണമെങ്കിലും നമുക്ക് സിസ്റ്റമായിട്ട് എടുക്കാം. സോ സിസ്റ്റത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ മീനിങ് ഇന്റർ കണക്ഷൻ ഓഫ് ഫിസിക്കൽ ഡിവൈസസ് ഓർ കമ്പോണൻസ്. അപ്പം നമ്മൾ ഡിവൈസസിനെ ഇന്റർകണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മീനിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. ദ സിസ്റ്റം വിൽ ബി ക്യാപ്പബിൾ ഓഫ് പ്രോസസിങ് ദ ഇൻപുട്ട് സിഗ്നൽ ടു ഗീവ് എ മീനിങ് ഔട്ട്പുട്ട്. അങ്ങനെയുള്ളതാണ് നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സിസ്റ്റം, ഓർ ഇറ്റ് ക്യാൻ ബി എ കളക്ഷൻ ഓഫ് എലമെന്റ്സ്. ഇങ്ങനെയും നമുക്ക് സിസ്റ്റത്തിനെ പറയാം. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ സിസ്റ്റം. ഇനി നമ്മളുടെ സിലബസ്, നമ്മളുടെ AP-യുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിനെല്ലാം നമ്മൾ ഒരു ഓർഗനൈസ് ചെയ്ത് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. അതായത് മൊത്തം നമ്മളുടെ സബ്ജക്റ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ അനലോഗ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റവും അടുത്തത് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റവും. അതായത് അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡൊമൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ്. അതായത് ഡിസ്ക്രീറ്റ് ഡൊമൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കണ്ടിന്യൂസ് ഡൊമൈനിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഡൊമൈനിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ് ഓർഗനൈസ് ചെയ്യാൻ പോണത്. സോ ഇൻ അനലോഗ് ഡൊമൈൻ നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഹെഡിങ്ങിൽ നമ്മൾ എന്തെല്ലാം കവർ ചെയ്യാൻ പോകുന്നുണ്ട്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ്, എന്തെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ആ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, LTI സിസ്റ്റം എന്താണ്, സിഗ്നൽസിന്റെ ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ അടിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LTI സിസ്റ്റത്തിന്റെ പ്രത്യേകത, കൺവല്യൂഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ അടിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തത് രണ്ടാമതായിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ഫോറിയർ ഡൊമൈനിലേക്ക്, അതായത് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് അതിലെ വരുന്ന കണ്ടിന്യൂസ് കൗണ്ടർ പാർട്ടാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫോറിയർ അനാലിസിസിൽ ഫോറിയർ സീരീസും ഉണ്ട്, ഫോറിയർ ട്രാൻസ്ഫോമും ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസും കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഡൊമൈനിൽ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ ഡിസ്ക്രീറ്റിലേക്ക് വരും. ഡിസ്ക്രീറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സംഭവത്തിന്റെ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് കൗണ്ടർ പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഓൾറെഡി മുന്നേ നോക്കി. അതിനുശേഷം ഡിസ്ക്രീറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ കൗണ്ടർ പാർട്ട്, ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽസ്, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഡിസ്ക്രീറ്റ് സിസ്റ്റംസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഡിസ്ക്രീറ്റ് LTI സിസ്റ്റം, കൺവല്യൂഷൻ, ഇതെല്ലാം നമ്മൾ ഇവിടെ നോക്കും. അതിനുശേഷം നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വരും, അല്ലെങ്കിൽ ഫോറിയർ അനാലിസിസ് എടുക്കും. ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം നോക്കാനുണ്ട്? ഫോറിയർ അനാലിസിസിൽ ഡിസ്ക്രീറ്റിലേക്ക് വരുമ്പോൾ DTFSും DTFTയും, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും നോക്കും. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് അത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും അത് ഡിസ്ക്രീറ്റ് ഡൊമൈൻ്റെ അണ്ടറിലായത് കാരണം അതും കൂടെ നമ്മൾ ഒരുമിച്ചാണ് കവർ ചെയ്യാൻ പോകുന്നത്. DFT, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമും ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിലെ ഡിഫറെൻ്റ് അൽഗോരിതംസും എല്ലാം നമ്മൾ നോക്കും. പിന്നെ Z ട്രാൻസ്ഫോമാണ് അടുത്തത് നോക്കാനുള്ളത്. Z ട്രാൻസ്ഫോമും ഡിസ്ക്രീറ്റ് ഡൊമൈനിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ Z ഡൊമൈനിലാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. വ്യത്യാസം എന്താണ് ഫോറിയർ അനാലിസിസുമായിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫോറിയർ അനാലിസിസ് നമുക്ക് ബൗണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ Z ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺബൗണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസിനും പെർഫോം ചെയ്യാം. Z ട്രാൻസ്ഫോം കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ ഫിൽട്ടർ ഡിസൈനിലേക്ക് പോകും, ഡിജിറ്റൽ ഫിൽട്ടർ ഡിസൈന്, പിന്നെ സിഗ്നൽ ട്രാൻസ്മിഷൻ ത്രൂ ഡിജിറ്റൽ സിസ്റ്റം,
എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിലൂടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കാനുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത്. ഇനി അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ടോപ്പിക്കും കൂടിയുണ്ട്. ദ പ്രോസസ് ഈസ് കോൾഡ് സാമ്പിളിംഗ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ അനലോഗിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതിന് ശേഷം സാമ്പിളിംഗ് ഡിസ്കസ് ചെയ്യും. സാമ്പിളിംഗ് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് നോക്കുകയുള്ളൂ, ഡിസ്ക്രീറ്റ് ഡൊമൈൻ അനാലിസിസ് നോക്കുകയുള്ളൂ. സോ സാമ്പിളിംഗ് തിയറം നോക്കണം, എന്താണ് സാമ്പിളിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ നോക്കണം, അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സാമ്പിളിങ്ങിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. നമുക്ക് ഫോറിയർ ഡൊമൈൻ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ ഒരു സിഗ്നൽ എക്സ് ഓഫ് ടീനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് വിൽ ബി എ സിഗ്നൽ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ എ വേരിയബിൾ കോൾഡ് ടി. ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ടിയുടെ വാല്യൂസിനനുസരിച്ചിട്ട് ഫംഗ്ഷൻ സിഗ്നലിന്റെ വാല്യൂസും നമുക്ക് ചേഞ്ച് ചെയ്യുന്നു. സോ എ സിഗ്നൽ ഈസ് ഗിവൺ ഹിയർ. ഈ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യാനായിട്ട് വൈ ആക്സിസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ വൈ ആക്സിസിലും ടൈം നമ്മൾ എക്സ് ആക്സിസിലുമാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇനി ഈ ആക്സിസുകളുടെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം സിഗ്നലിന്റെ ടൈപ്പിനെ. അതായത് സിഗ്നൽ ടൈം ആക്സിസിലും റെപ്രസെന്റ് ചെയ്യാനുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ആക്സിസിലും റെപ്രസെന്റ് ചെയ്യാനുണ്ട്. ഇനി ടൈം ആക്സിസ് നമ്മൾ കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ, അതായത് ടൈമിന് എവ്രി വാല്യൂസ് നമുക്ക് പോസിബിൾ ആണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ടൈം എന്നാ പറയുക. അതുപോലെ ടൈമിന് ഇൻഡിജർ വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറയും. അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ആക്സിസിൽ കണ്ടിന്യൂസ് വാല്യൂസ് പോസിബിൾ ആണെങ്കിൽ, ഫ്രാക്ഷനും ഇൻഡിജറും എല്ലാം പോസിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. അത് അല്ലെങ്കിൽ മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഡിജർ വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ആക്സിസ് വെദർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ് യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിഗ്നൽസ്. ഇനി നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് ആക്സിസ് കണ്ടിന്യൂസ് ആണ്, ടൈം ആക്സിസും കണ്ടിന്യൂസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് ആക്സിസ് കണ്ടിന്യൂസും ടൈം ആക്സിസ് ഡിസ്ക്രീറ്റും ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ആംപ്ലിറ്റ്യൂഡ് ആക്സിസ് ഡിസ്ക്രീറ്റും ടൈം ആക്സിസ് കണ്ടിന്യൂസും ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കിട്ടും. ഇനി നിങ്ങളുടെ ആംപ്ലിറ്റ്യൂഡ് ആക്സിസ് ഡിസ്ക്രീറ്റും ടൈം ആക്സിസും ഡിസ്ക്രീറ്റ് ആണെങ്കിലോ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 തരത്തിലുള്ള സിഗ്നൽസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ആക്സിസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഓരോ ക്ലാസിഫിക്കേഷനും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, CACT സിഗ്നൽ നമ്മൾ ഷോർട്ടായിട്ട് എഴുതി. എന്താണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിഗ്നൽ വിച്ച് ഇസ് ബോത്ത് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം ഈസ് കോൾഡ് കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. നമുക്ക് എങ്ങനെയാണ് സിഗ്നൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. സോ ദിസ് ഈസ് ദ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, CACT സിഗ്നൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം ടൈം കണ്ടിന്യൂസ്ലി വേരിയിങ് ആണ്, ആംപ്ലിറ്റ്യൂഡും കണ്ടിന്യൂസ്ലി വേരിയിങ് ആണ്. ഇവിടെ നമുക്ക് ഏത് വാല്യൂസ് എടുക്കാം. t = 0 എടുക്കുമ്പോൾ നമുക്ക് 0 വാല്യൂ ആണ്. t = 0.1 എടുക്കുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അത് മേ ബി 0.1 ആയിരിക്കാം, അല്ലെങ്കിൽ 0.2 ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ t = 1 എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു വാല്യൂ കിട്ടും. t = 1.5 എടുത്താൽ നമുക്ക് ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെ ഏത് ടൈം വാല്യൂവിനും സിഗ്നലിന് ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അതെങ്ങനെയുള്ള ആംപ്ലിറ്റ്യൂഡാണ്? കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അതായത് ആംപ്ലിറ്റ്യൂഡും നമുക്ക് എന്താണ്? കണ്ടിന്യൂസ് ആണ്. മീൻസ് it can have values both fraction and integer. ഇങ്ങനെ നമുക്ക് അതിനെ പറയാം. So let the function value at a time t = 0 is 0, at time t = 0.1 is 0.5, at time t is equal to 0.3 is 1, at time 1 is equal to the function value will be 2. ഇങ്ങനെ നമുക്ക് രണ്ട് ആക്സിസിലും നമുക്ക് ഫ്രാക്ഷനും ഇൻഡിജറും പോസിബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടൈപ്പ് ഓഫ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്.
അതായത് എ സിഗ്നൽ വിച്ച് ഈസ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ബട്ട് ഡിസ്ക്രീറ്റ് ഇൻ ടൈം. ആംപ്ലിറ്റ്യൂഡ് വൈസ് കണ്ടിന്യൂസും ടൈം വൈസ് ഡിസ്ക്രീറ്റുമായിട്ടുള്ള സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CADT സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ മുന്നത്തെ എക്സാമ്പിളിനെ, നമ്മുടെ മുന്നത്തെ CACT സിഗ്നലിനെ എങ്ങനെയാണ് CADT ആക്കുകയാണെന്ന് നോക്കാം. So this is our previous CACT signal, continuous time, continuous amplitude signal. ഇതിനെ നമ്മൾ ഒരു സ്വിച്ചിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, ദിസ് ഇസ് എ സ്വിച്ച്, ഒരു സ്വിച്ചിലൂടെ നമ്മൾ പാസ് ചെയ്യുക. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അത് ക്ലോസ് ചെയ്തിരിക്കും, നോർമലി അത് ഓപ്പൺ ചെയ്തിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മളത് ക്ലോസ് ചെയ്യും, വീണ്ടും ഓപ്പൺ ചെയ്യും. സ്വിച്ച് ഇങ്ങനെ ക്ലോസ് ആവുക, ഓപ്പൺ ആവുക, ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ഈ ഒരു സർക്യൂട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ T എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ഈ സ്വിച്ച് ക്ലോസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇത് ഓപ്പൺ ആയിരിക്കും, മറ്റ് 0th ഇൻസ്റ്റന്റ് ദർ വിൽ ബി എ ഫംഗ്ഷൻ വാല്യൂ 0. പിന്നെ ഇത് ഓപ്പൺ ആയിരിക്കും. പിന്നെ ആഫ്റ്റർ ടൈം ഇന്റർവെൽ T കഴിയുമ്പോൾ ഇത് ക്ലോസ് ആകും. അപ്പോൾ അത്രയും ടൈം ഇന്റർവെല്ലിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സിഗ്നൽ വാല്യൂ ഏതാണോ അതാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ T എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ നമുക്ക് ഈ ഒരു സിഗ്നൽ വാല്യൂ കിട്ടി. ഇനി അടുത്തത് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓപ്പൺ ആയി അടുത്ത ഒരു ടൈം ഇന്റർവെൽ T കഴിയുമ്പോഴാണ് ഇത് വീണ്ടും ക്ലോസ് ആവുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടൈം ഇന്റർവെൽ T ഇത്ര എടുത്തു. ഇവിടെ നമുക്ക് എന്താണോ ഫംഗ്ഷൻ വാല്യൂ അത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ടൈം ഇന്റർവെൽ Tയിൽ നമുക്ക് അടുത്ത ഫംഗ്ഷൻ വാല്യൂ കിട്ടി. പിന്നെ അടുത്ത Tയിൽ നമുക്ക് അടുത്ത ഫംഗ്ഷൻ വാല്യൂ. ഇങ്ങനെ എവറി ടീസിലാണ് ഈ സിസ്റ്റം ക്ലോസ് ആകുന്നത്. അപ്പം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള സാമ്പിൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ടൈം ആക്സിസ് എന്തായി? ഡിസ്ക്രീറ്റ് ആയി. T ഇത് വരുമ്പോൾ എന്താകും? 2T. ഇവിടെ വരുമ്പോൾ 3T, 4T, 5T. അങ്ങനെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് Tയിലാണ് നമുക്കിവിടെ ഫംഗ്ഷന് വാല്യൂസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് ആക്സിസ് നോക്കി നോക്കിയ ഈ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആക്സിസ് കണ്ടിന്യൂസ് തന്നെയാണ്. നമ്മളിവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഓരോ ടൈം ഇൻ്റർവെല്ലിലും വരുന്ന ഫംഗ്ഷൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ ഒരു സ്മൂത്ത് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ നമുക്കുണ്ടായിരുന്ന ഈ കണ്ടിന്യൂസ് സിഗ്നലിൻ്റെ അതേ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. അതായത് എന്താണ് മീനിങ്? ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആണ്. ഇത് 0 ആയിരിക്കാം. പിന്നെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 0.5 ആയിരിക്കാം. ഇതൊരു 0.7 ആയിരിക്കാം. ഇതൊരു 0.75 ആയിരിക്കാം. ഇത് 1 ആയിരിക്കാം. ഇത് 1.5 ആയിരിക്കാം. ഇത് 1.75 ആയിരിക്കാം. അങ്ങനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡിൽ both integer values and fractions are possible, but in time axis you will have only integer multiples of this sampling time. അത് മാത്രമേ നമുക്ക് ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിഗ്നലിനെയാണ് നമ്മൾ CADT സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ടൈം കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിനെ CADT സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു പ്രോസസ്സ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. So sampling is a process used to convert a continuous time signal to discrete time signal. Okay, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് സിഗ്നലിലേക്ക് നോക്കാം. DACT സിഗ്നൽ. What is DACT? A signal which is discrete in amplitude and continuous in time. അങ്ങനെയുള്ള സിഗ്നലിനെയാണ് നമ്മൾ DACT സിഗ്നൽ എന്ന് പറയുന്നത്. ടൈം ആക്സിസ് കണ്ടിന്യൂസ് ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ആക്സിസ് ഡിസ്ക്രീറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് DACT സിഗ്നൽ കിട്ടുന്നതെന്ന്. സോ നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള കണ്ടിന്യൂസ് ടൈം കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് CACT സിഗ്നൽ എടുത്തു. സോ ദിസ് ബ്ലൂ ലൈൻ റെപ്രസെൻറ്റ്സ് ദ CACT സിഗ്നൽ. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് DACT ആക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ടൈം ആക്സിസിന് ഒന്നും ചെയ്യുന്നില്ല, ആംപ്ലിറ്റ്യൂഡിലാണ് ഡിസ്ക്രീറ്റ് ആക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ആംപ്ലിറ്റ്യൂഡ് ആക്സിസിനെ ഡിഫറെൻറ്റ് ക്വാണ്ടിസേഷൻ ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ CACTനെ DACT ആക്കാനായിട്ടുള്ള പ്രൊസീജിയറിനെയാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ക്വാണ്ടൈസേഷൻ ലെവൽസ് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആക്സിസിൽ ഡിഫറെൻറ്റ് ക്വാണ്ടൈസേഷൻ ലെവൽസ് സെറ്റ് ചെയ്തു. 0, 1, 2, 3, 4 അങ്ങനെയുള്ള ക്വാണ്ടൈസേഷൻ ലെവൽസ് ആണെന്ന് വിചാരിക്കുക. നമ്മളുടെ ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ക്വാണ്ടൈസേഷൻ ലെവലിൻ്റെ ഇടയിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ്സ്, അപ്പോൾ ഇത്രയും, അതായത് ഇവിടെ വരുന്ന സിഗ്നലും ഇവിടെ വരുന്ന സിഗ്നലിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? 0യിലേക്ക്
ക്വാണ്ടൈസ് ചെയ്തു, 0 എന്ന് പറയുന്ന ലെവലിലേക്ക് ക്വാണ്ടൈസ് ചെയ്തു. അപ്പം ഈ ഫംഗ്ഷന്റെ വാല്യൂ ഈ ഒരു ടൈമിൽ ഇതാണ്, പക്ഷേ നമുക്ക് ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ രണ്ട് ക്വാണ്ടൈസേഷൻ ലെവലിന്റെ ഇടയിൽ വരുന്ന കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ക്വാണ്ടൈസ് ചെയ്തു. ഓക്കെ, അപ്പം സിഗ്നലിന്റെ വാല്യൂ ഇവിടെയുള്ളതും ഇത്രയും ഇതിന്റെ ഇടയിൽ വരുന്ന ഇത്രയും പോർഷനിലെ സിഗ്നലിന്റെ വാല്യൂ ക്വാണ്ടൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലെവലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു ലെവലിൽ വരുന്ന സിഗ്നൽസിന്റെ വാല്യൂസിനെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് ക്വാണ്ടൈസ് ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? ഇതേപോലെ നമുക്കൊരു സ്റ്റെപ്പ് ആയിട്ടുള്ള സിഗ്നൽ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത്രയും ടൈമിൽ 0 മുതൽ ഇവിടെ വരെയുള്ള ടൈമിൽ ഫംഗ്ഷൻ ഈ ഒരു വാല്യൂ ആണ്, 0 എന്ന് പറയുന്ന വാല്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്ന ടൈമിൽ ഫംഗ്ഷൻ ഈ ഒരു വാല്യൂ ആണ്. അതിനുശേഷം ടൈം ഇവിടം തൊട്ട് ഇവിടെ വരെ നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ്. അങ്ങനെ നമുക്ക് പർട്ടിക്കുലർ ലെവൽസ് ആയിട്ടാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പം അങ്ങനെ വരുന്ന സിഗ്നലിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം എന്ന് പറയുക. അപ്പം ഇത് പർട്ടിക്കുലർ ക്വാണ്ടൈസേഷൻ ലെവൽസിൽ മാത്രമേ നമുക്ക് ആംപ്ലിറ്റ്യൂഡിന് വാല്യൂസ് ഉണ്ടാവുകയുള്ളൂ. ടൈം പക്ഷേ നമുക്ക് എല്ലാത്തിലും ഉണ്ടാകും. 0-ൽ നമുക്ക് 0 ആണ്, 0.1-ലും 0 ആണ്, ലെറ്റ് ഇറ്റ് ബി 0.5. 0.5-ൽ നമുക്ക് എന്തായി? അത് 2-ലേക്ക് കൺവേർട്ടായി. ഓക്കെ, 2-ലേക്ക് കൺവേർട്ടായി. ഇനി അടുത്തത് 1, ഇത് 1 ആണെന്ന് വിചാരിക്കുക. അപ്പം 0.5-ന്റെയും 1-ന്റെയും ഇടയിലുള്ള എല്ലാ ടൈം വാല്യൂസിനും നമ്മളുടെ ഫംഗ്ഷന്റെ വാല്യൂ 2 ആണ്. അപ്പം ഇതാണ് നമ്മളുടെ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്? ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ഇൻ ടു ഡിസ്ക്രീറ്റ്. ഇവിടെ നമ്മളുടെ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സിഗ്നലിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ സാമ്പിളിംഗ് പറഞ്ഞു. സാമ്പിളിങ്ങിൽ എന്താ ചെയ്യണേ? കണ്ടിന്യൂസ് ടൈം ആക്സിസിനെ ഡിസ്ക്രീറ്റ് ടൈം ആക്സിസ് ആക്കി മാറ്റുന്നതാണ് സാമ്പിളിംഗ്. ആംപ്ലിറ്റ്യൂഡ് വൈസിൽ ഡിസ്ക്രീറ്റ് ആക്കി മാറ്റുന്നതിന് നമ്മൾ എന്താ പറയുക? ക്വാണ്ടൈസേഷൻ എന്നാ പറയുക. അപ്പൊ ക്വാണ്ടൈസേഷനും സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് സിഗ്നൽ ഈസ് DADT സിഗ്നൽ. വാട്ട് ഈസ് DADT സിഗ്നൽ? A signal which is discrete in both amplitude and time is called DADT signal. രണ്ട് ആക്സിസിലും, ടൈം ആക്സിസിലും ആംപ്ലിറ്റ്യൂഡ് ആക്സിസിലും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ DADT സിഗ്നൽ എന്ന് പറയും. ഇനി how to get a DADT signal from a continuous time signal നമുക്ക് നോക്കാം. So first നമുക്ക് we will have a continuous time continuous amplitude signal, CACT signal. We are given this to a sampling system. ഒരു സാമ്പിളിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ സാമ്പിളിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? സാമ്പിൾ ചെയ്യും. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ആക്സിസിൽ ഡിസ്ക്രീറ്റൈസ് ചെയ്യുക. അപ്പോൾ ഒരു ഈ സാമ്പിളിംഗ് സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ സാമ്പിളിംഗ് ഇന്റർവെൽ ഉണ്ടായിരിക്കും. ലെറ്റ് ഇറ്റ് ബി T എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ T കഴിയുന്തോറുമുള്ള സാമ്പിൾസ് നമുക്ക് ഈ സിസ്റ്റം തരും. അപ്പോൾ 0-ൽ നമുക്ക് 0, ആഫ്റ്റർ T you will get a value, ആഫ്റ്റർ 2T you will get another value, after 3T you will get another value. അങ്ങനെ നമുക്ക് ഓരോ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് Tയിലും നമുക്ക് സിഗ്നൽ വാല്യൂ ഉണ്ടാകും. ബട്ട് ദ തിങ് ഈസ് the amplitude of this signal will be a continuous one. So you will get a CADT signal. Okay, continuous amplitude discrete time signal. And this thing is given to a quantization system. Quantization system എന്താ ചെയ്യുക? Quantizer will convert കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ഇൻ ടു ഡിസ്ക്രീറ്റ്. വൈ ആക്സിസിലുള്ളതാണ് ആംപ്ലിറ്റ്യൂഡ്. അത് കണ്ടിന്യൂസ് ആയിരിക്കുന്നതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ആക്കുകയാണ് ചെയ്യുക. ഓൾറെഡി ഇത് ടൈം ആക്സിസിൽ ഡിസ്ക്രീറ്റ് ആയി. ഇനി ഇതിനെ ആംപ്ലിറ്റ്യൂഡ് ആക്സിസിലും കൂടെ ഡിസ്ക്രീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടൈസർ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ക്വാണ്ടൈസേഷൻ ലെവൽ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്വാണ്ടൈസേഷൻ ലെവലായിട്ട് എടുത്തിട്ടുള്ളത് 1, 2, 3, 4 എന്നാണ്. അപ്പോൾ ഇതിന് ഇടയിൽ വരുന്ന വാല്യൂസിനെ എല്ലാം നമ്മൾ ഇങ്ങനെ ക്വാണ്ടൈസ്, അതായത് 0-യുടെയും T-യുടെയും ഇടയിൽ വരുന്ന വാല്യൂസിനെ നമ്മൾ 1-ലേക്ക് ക്വാണ്ടൈസ് ചെയ്തു, അതിൻ്റെ ഇടയിൽ വരുന്നതിനെ നമ്മൾ 2-ലേക്ക് ക്വാണ്ടൈസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ക്വാണ്ടൈസേഷൻ ലെവൽസിലേക്ക് ഈ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വൈസും ഡിസ്ക്രീറ്റ് ആയി. So you will get a signal which is both discrete in time and amplitude, and the signal is called DADT signal. Okay.
അപ്പം ഒരു കണ്ടിന്യൂസ് ടൈം കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സാമ്പിളിംഗ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഔട്ട്പുട്ടിനെ ക്വാണ്ടൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ കിട്ടി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ 4 ടൈപ്പ് ഓഫ് സിഗ്നലും അതിൽ വരുന്ന പ്രോസസ്സും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു നോളജ്, ഈ ഒരു ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ടൈം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഫോറിയർ അനാലിസിസിൽ ആവശ്യമായിട്ട് വരും. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഇത് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ പഠിച്ച 4 കാര്യങ്ങളും കൂടെ നമ്മൾ ഒരൊറ്റ ഫിഗറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തതാണ് ഇത്. അതായത് നമ്മൾക്ക് നമ്മൾ സിഗ്നലിനെ ടൈം ആക്സിസിൽ 2 തരത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ടൈമിലും ഡിസ്ക്രീറ്റ് ടൈമിലും റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ടൈമായിട്ട് റെപ്രസെൻ്റ് ചെയ്തതിനെ തന്നെ നമുക്ക് ആംപ്ലിറ്റ്യൂഡിൽ കണ്ടിന്യൂസ് ആയിട്ടും ഡിസ്ക്രീറ്റ് ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യാം. ഡിസ്ക്രീറ്റ് ടൈമിൽ റെപ്രസെൻ്റ് ചെയ്ത സിഗ്നലിനെ ആംപ്ലിറ്റ്യൂഡ് വൈസ് കണ്ടിന്യൂസ് ആയിട്ടും ഡിസ്ക്രീറ്റ് ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈമാണ്. സോ യു വിൽ ഗെറ്റ് എ അനലോഗ് continuously varying signal in both time and amplitude. ഇനി അടുത്തത് ഇതെന്താണ്? ആംപ്ലിറ്റ്യൂഡ് വൈസ് ഡിസ്ക്രീറ്റ് ആണ്, ടൈം വൈസ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? ആംപ്ലിറ്റ്യൂഡ് പെർട്ടിക്കുലർ ലെവലിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, കണ്ടിന്യൂസ്ലി വേരിയിങ് അല്ല, ഡിസ്ക്രീറ്റൈസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ടൈം എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമുക്ക് എല്ലാ ടൈമിലും നമുക്ക് ഫംഗ്ഷന് വാല്യൂ ഉണ്ട്, വാല്യൂ ഇല്ലാത്ത ടൈം ഇല്ല. സോ ദിസ് ഇസ് ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ടൈം. ഇനി അടുത്തത് എന്താണ്? കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ടൈമാണ്. ആംപ്ലിറ്റ്യൂഡ് വൈസ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ വി വിൽ ഹാവ് ടൈം ഓൺലി അറ്റ് പർട്ടിക്കുലർ ഇൻഡിജേഴ്സ്. 0-ല്, ദെൻ 1-ല്, 2, 3 അങ്ങനെയാണ്. അതുപോലെ തന്നെ അടുത്തത് ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ടൈം. അങ്ങനെ വരുന്ന സമയത്തോ ടൈം വൈസിലും ആംപ്ലിറ്റ്യൂഡ് വൈസിലും എന്താണ്? discrete ആണ്. So this signal is discrete amplitude, discrete time. So these are the 4 types of signal, general classification. ഇനി നമുക്ക് ഈ സിഗ്നലിൻ്റെ നേച്ചേഴ്സ് അനുസരിച്ചിട്ട് അതിനെ അനലോഗ് എന്നും ഡിജിറ്റൽ എന്നും തരംതിരിച്ചാൽ ഈ സിഗ്നൽസ് എല്ലാം അനലോഗ് ആണ്. ഇത് ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്, ഇത് രണ്ടും അനലോഗ് സിഗ്നൽസ് ആണ്. ഇത് ഡിജിറ്റൽ സിഗ്നൽ ആണ്. അനലോഗ് സിഗ്നൽ, ഫസ്റ്റ് 2 are analog signal, third one is discrete signal and fourth one is digital signal. ഇനി അതിനനുസരിച്ച് നമ്മളുടെ സിഗ്നൽ അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ എന്നൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ സിസ്റ്റവും വ്യത്യാസം വരാനുണ്ട്. അനലോഗ് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്ന സിസ്റ്റം അനലോഗ് ആയിരിക്കണം. സോ അനലോഗ് സിസ്റ്റം ക്യാൻ പ്രോസസ് ഓൺലി അനലോഗ് സിഗ്നൽസ്. സിമിലർലി ഡിജിറ്റൽ സിസ്റ്റം ക്യാൻ പ്രോസസ് ഓൺലി ഡിജിറ്റൽ സിഗ്നൽ ഇൻപുട്സ്. ഇനി ഇഫ് യു ആർ ഹാവിംഗ് ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ് ടു പ്രോസസ്, what you will have to do? You will have to design a system which is able to process both analog and digital, and such type of system is called mixed signal system. അനലോഗ് സർക്യൂട്ടും വേണം ഇവിടെ, ഡിജിറ്റൽ സർക്യൂട്ടും വേണം, അങ്ങനെയുള്ള. അപ്പം അങ്ങനെ 3 സിസ്റ്റം ക്ലാസിഫിക്കേഷനായിട്ടും നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ടറി ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിലേക്കൊക്കെ നമുക്ക് നോക്കണം. അപ്പം സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് സിഗ്നലിൻ്റെ ടൈപ്സ്, സിഗ്നലിൻ്റെ ഓപ്പറേഷൻ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിഗ്നൽസിലേക്ക് നമുക്ക് കിടക്കണം. ഓക്കെ, താങ്ക് യു.